രാഹുൽ പുറത്തേക്കോ എന്നാണ് ചോദ്യം. സുജയ, രാഹുൽ പുറത്തേക്കോ? പുറത്തേക്ക് പോകേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാരണം ആ ശബ്ദരേഖകൾ പുറത്തു വന്ന് അതേക്കുറിച്ച് ജനം മുഴുവൻ ചർച്ച ചെയ്ത് ആ ശബ്ദരേഖകൾ ഒന്നുപോലും തള്ളിക്കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യവും നമ്മൾ കാണുകയാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഒന്നുകിൽ രാജി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശങ്ങൾ, അതായത് ഈ പുറത്തു വന്ന ഓഡിയോ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയും. അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് എന്നെ ആരൊക്കെയോ ഗൂഢാലോചന നടത്തിക്കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ രാഹുലിന് പറയാനുള്ള അവസരമായിരുന്നു. പക്ഷേ രാഹുൽ അതൊന്നും പറയുന്നില്ല. അവന്തികയുടെ കാര്യം മാത്രം പറയുകയാണ്. അവന്തികയുമായി തനിക്ക് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവന്തിക തന്നെക്കുറിച്ച് അന്വേഷിച്ച് വന്ന ആ കോൾ റെക്കോർഡ് അടക്കം മാധ്യമപ്രവർത്തകൻ വിളിച്ചപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് രാഹുലിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അവന്തികയുടെ ഒരു ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവന്തിക താനുമായി എത്രത്തോളം അടുപ്പത്തിലായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കാണുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് ഇവിടെ രാഹുൽ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ആ ഓഡിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളോട് ഗർഭഛിദ്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അത് തന്റെ ശബ്ദമല്ല എന്ന് ഈ നിമിഷം വരെ രാഹുൽ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഒന്നുകിൽ മാധ്യമങ്ങളോട് പറയാം, അല്ലെങ്കിൽ ധാരാളം റീച്ചുള്ള അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ അയാൾക്ക് ആ പോസ്റ്റ് ഇടാം. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്ന രീതിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ അതിനെ അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. എന്റെ ഒരു പക്ഷേ റീഡിംഗ് അതാണ്. രാഹുൽ ഗാന്ധി എന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവും രാഹുൽ ഗാന്ധി എന്നും ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ തനിക്ക് നേരിടുന്ന, താൻ വേട്ടയാടപ്പെടുന്ന ആ ഒരു തന്റെ ആ ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധി, തന്റെ ഒരു നിസ്സഹായാവസ്ഥ, അതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അങ്ങ് വലുതാക്കി കാണിക്കുന്ന ഒരു പോസ്റ്റ് ഇടുന്നു. ഈ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാമല്ലോ. ഞാൻ MLA സ്ഥാനം എന്തിനു രാജിവെക്കണം? ഈ പുറത്തു വന്ന ഓഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ ശബ്ദം അത് എന്റേതല്ല എന്ന് പറയാമല്ലോ. ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പകരം അയാൾ പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യരെ പോലെയൊക്കെ എനിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ്. അതിന്റെ അർത്ഥം നിഷേധിച്ചിട്ടില്ല. പക്ഷെ അവിടെയും അയാൾ സേഫായി നിൽക്കുന്ന ഒരു ഘടകമുണ്ട്. ഇന്ന് ഈ അവന്തികയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അത് മറ്റു പെൺകുട്ടികൾക്കുള്ള മുന്നറിയിപ്പാണ്. മറ്റൊരു പെൺകുട്ടിയുടെയും പേരോ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ചോ അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഇതുപോലെ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന്തിക തന്നെ പറയുന്നുണ്ട്, ഓഗസ്റ്റ് 1 തീയതി അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുത്ത ഓഡിയോ റെക്കോർഡാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എത്രാം തീയതിയാണ്? ഓഗസ്റ്റ് മാസം എത്രാം തീയതിയായി? അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അയാൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നേ. ഇതുപോലെ തന്നെയായിരിക്കും ഇതുപോലെയുള്ള പ്രഡേറ്റേഴ്സിന്റെ കയ്യിലൊക്കെ ആരുമായിട്ടുള്ള കോൺടാക്റ്റും അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ചാറ്റിന്റെയും ദീർഘമായിട്ടുള്ള ആ ലിസ്റ്റുകൾ എല്ലാം തന്നെ ഉണ്ടാകും. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാകും പല പെൺകുട്ടികളും തുറന്നു പറയാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. കാരണം സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് അയച്ച സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓഡിയോ റെക്കോർഡുകൾ, അഭിപ്രായങ്ങളൊക്കെ തിരക്ക് വന്നേ. നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെ ആയിരിക്കുമല്ലോ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ അയാളോട് ഈ ഭൂമിയിലുള്ള സകല കാര്യത്തെക്കുറിച്ച്, സൂര്യന് താഴെയുള്ള സകല കാര്യങ്ങളും സംസാരിക്കും. അത്രയും വിശ്വാസത്തിലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പങ്കിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് പോലെ, ഇയാൾ ഒരു സെക്ഷൽ റിലേഷൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും മറുഭാഗത്തുള്ള സ്ത്രീ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവര് മാനസികമായിട്ട് ഇയാളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയാണ് ഡിപ്പെൻഡന്റ് ആവുന്നത്. കാരണം അവര് ഈ ഒരു ലെസ്റ്റിനപ്പുറം അവർ ആഗ്രഹിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. അതൊരു ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെയാണ്. അപ്പോൾ ആ ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീകൾ പലതും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരുമോ എന്ന് ആ പെൺകുട്ടികൾക്ക് ഒരു ജീവിതം വേണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുടെ വലയിൽ വീണ് പോയിട്ടുള്ള പെൺകുട്ടികളെല്ലാം 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളവരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നതനുസരിച്ച് നോക്കിയാൽ ഒരു 25 to 35 അല്ലെങ്കിൽ 20 to 35 ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. ആ പെൺകുട്ടികൾക്കൊക്കെ ഇനിയും മുന്നോട്ട് ജീവിതം ഉണ്ടെന്നേ. ആ ജീവിതം ആകെ ഇല്ലാതാക്കി കളയാൻ ഇയാൾക്ക് ഈ കാര്യങ്ങൾ പുറത്തു വിടുന്നതിലൂടെ സാധിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകും. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും പരാതിപ്പെടാൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നത് എന്ന് ഇയാൾക്ക് നന്നായി അറിയാം. കാരണം ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് കൃത്യമായി ഇതൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇന്നത്തെ ആ പ്രതികരണം. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അവന്തിക അയച്ചു കൊടുത്ത കോൾ റെക്കോർഡ് പുറത്തു വിട്ടുകൊണ്ട്, അതായത് മാധ്യമപ്രവർത്തകൻ അവന്തികയെ വിളിച്ച കാര്യം പോലും എന്നോട് അവന്തിക പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക ഒന്നാമത്തെ കാര്യം. ഓഗസ്റ്റ് 1 ഇങ്ങനെ പറഞ്ഞ അവന്തിക ഓഗസ്റ്റ് 21 ആകുമ്പോഴേക്കും പ്ലേറ്റ് മാറ്റിയത് മറ്റാരോ പറഞ്ഞിട്ടാണ്, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞൊരു ഗൂഢാലോചനാ സിദ്ധാന്തം അവതരിപ്പിക്കുക. അത് രാഹുൽ വിചാരിച്ചതുപോലെ അതേപോലെ ഉൾക്കൊള്ളണമെങ്കിൽ അത്രയും മണ്ടത്തരം തലയിലുള്ള ആളുകളൊക്കെ മാത്രമേ അത് ഉൾക്കൊള്ളുകയുള്ളൂ. അവരുടെ എണ്ണം എന്തായാലും കേരളത്തിൽ 1% താഴെയായിരിക്കും അത്രയും മണ്ടത്തരമുള്ള ആളുകൾ. അപ്പോൾ ബാക്കിയുള്ള 99% പറ്റിക്കാൻ ഈ ഒരു പ്രതികരണം കൊണ്ട് കഴിയില്ല എന്നാണ് എൻ്റെ ഒരു സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം, പാർട്ടിക്ക് മുന്നിൽ പറയാനുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ പാർട്ടി കേൾക്കണമെന്നാണല്ലോ രാഹുൽ പറയുന്നത്. അത് ശരിയാണ്, കേൾക്കണം. കാരണം രാഹുൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇനി മുന്നോട്ട് അയാൾക്ക് പേഴ്സണൽ ആയാലും പ്രൊഫഷണൽ ആയാലും അയാൾക്കൊരു ജീവിതം വേണ്ട ആളാണ്. അല്ലാതെ അയാൾ ഇതോടുകൂടി ഇല്ലാതാകണം, നശിച്ചു പോകണമെന്നൊന്നും ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നില്ല.
അയാൾക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്, അയാൾക്ക് തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനായിട്ടുള്ള ഒരു സ്പേസ് അയാൾക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് എന്നത്, കാരണം മറ്റു മനുഷ്യരെ തളർത്തിക്കളയുകയാണ് ചെയ്തത്. എല്ലാ പെൺകുട്ടികളും ഒന്നും തിരിച്ച് ആ ഒരു ട്രോമയിൽ നിന്ന് ഒരേ രീതിയിൽ കരകയറി വരുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരും ഇയാളെ പോലെ തന്നെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കണം. അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന രീതിയിൽ വേണമെങ്കിൽ അത് മാറ്റിക്കളയാൻ. പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ഭയന്ന് മിണ്ടാതെ ഇരിക്കുന്നത്. അവന്തിക പോലും പറയുന്നുണ്ടല്ലോ, എനിക്ക് ഭയമാണ്, ഭയമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് ഈ ഓഡിയോ റെക്കോർഡ് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചത്. കാരണം ആദ്യം വിളിച്ച മാധ്യമപ്രവർത്തകനോട് ഒരു ട്രസ്റ്റ് തോന്നണ്ടേ. ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലായത്, റിനി വന്ന് ഈ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ട്രിഗർ ആയിട്ടുണ്ട്. ആ ട്രിഗറിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഓഡിയോ ആയാലും ഈ ഒരു 3-4 മാസമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മിക്കവാറും മാധ്യമപ്രവർത്തകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തുറന്ന പറച്ചിലുകൾ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലയളവിന് ഇടയിൽ മാത്രമാണ്. അതിന്റെ ട്രിഗർ ആയത് റിനിയുടെ ആ സംഭാഷണം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് എന്ത് ചെയ്യും? ഇപ്പോൾ രാജി എഴുതി വാങ്ങണം, അല്ലെങ്കിൽ രാജിവെക്കണം എന്നൊക്കെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ രാജിവെച്ചില്ല എങ്കിൽ പുറത്താക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കാമല്ലോ. ആ ഓപ്ഷൻ എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് വൈകുന്നത്? ആരുടെ നോഡ് അല്ലെങ്കിൽ അനുമതിയാണ് കാത്തിരിക്കുന്നത്? അവിടെയാണ് ഡോക്ടർ അരുൺ പറഞ്ഞ ആ കാര്യത്തെ ഞാൻ സെക്കൻഡ് ചെയ്യുകയാണ്. ഇതിനുള്ളിൽ മറ്റൊരു ശക്തിയുള്ള ഒരു കേന്ദ്രം, കോൺഗ്രസിനകത്ത് തന്നെ മറ്റൊരു അധികാര കേന്ദ്രം, അത് രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ ഒന്നുമല്ല, അതല്ലാതെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു അച്ചുതണ്ട് ശക്തി വേറെയുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണെന്നേ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ VM സുധീരൻ വരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്താക്കുന്നതിന് നിങ്ങൾ ഇനിയും വച്ചു താമസിപ്പിക്കുന്നത് എന്തിനെ ഭയന്നാണ്? അതോ മറ്റാർക്കെങ്കിലും എതിരെയുള്ള എന്തെങ്കിലും തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നതാണോ ഈ ഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പോലും സാമാന്യ ജനം സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പല ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരും ഒക്കെ ആ രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ, അതിലേക്കാണ് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡാമേജ് അവിടെ തന്നെ തുടരുകയാണ്. അത് പൂർണ്ണമായും നീങ്ങുന്നില്ല. നമ്മളിപ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു ശരീരഭാഗമാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അത് കൃത്യമായിട്ടുള്ള സർജറിയിലൂടെ അതങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് അവിടെ ഇരുന്ന് മറ്റ് കോശങ്ങളിലേക്ക് കൂടി പടരട്ടെ എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന ശരീരത്തിനാണ് കേടുണ്ടാക്കുന്നത്. കോൺഗ്രസ് എന്ന ശരീരം ജീർണിച്ചു പോകും. പ്രത്യേകിച്ചും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി മറുഭാഗത്ത് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ആ രീതിയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ക്യാമ്പയിൻ കൃത്യമായി അവർ കൊണ്ടുപോവുകയാണ്. അതിന് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടിംഗ് എലമെന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധി പോസ്റ്റ് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സമീകരിച്ചുകൊണ്ട് അവർക്ക് എഴുതാൻ കൂടുതൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പല പല ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് എന്ന് പറയും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു രാജി ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നിലപാടാണ്. ഇന്ന് ഏറ്റവും ശക്തമായ നിലപാട് പറഞ്ഞ ഉമാ തോമസിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഉമാ തോമസിന്റെ ആ നിലപാട് കോൺഗ്രസ് എടുത്താൽ കോൺഗ്രസിന് നല്ലത്. ഇനി മുന്നോട്ട് ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തണം. KC വേണുഗോപാൽ വൈകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ ഞാൻ തൽക്കാലം വിശ്വാസം അർപ്പിക്കുകയാണ്. പുറത്തേക്കെന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.